ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കി അദാലത്തിൽ രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു യുവ ഡൈനമിക് നേതാവിനെയാണ്. ഇദ്ദേഹം എപ്പോഴും വിമർശനങ്ങളിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ തീവ്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. പ്ലീസ് വെൽക്കം കോൺഗ്രസിന്റെ ലോക്സഭയിലെ ചീഫ് വിപ്പായ മെമ്പർ ഓഫ് പാർലമെന്റ് ജ്യോതിരാദിത്യ സിന്ധ്യ. ആപ്കി അദാലത്തിലെ ഇന്നത്തെ ഈ ഷോയ്ക്ക് വേണ്ടി നമ്മുടെ ജഡ്ജി, ടെലിഗ്രാഫ് പൊളിറ്റിക്കൽ എഡിറ്റർ രാധിക രമാശേഷൻ. ഇന്നത്തെ വിചാരണ നമ്മൾ തുടങ്ങുന്നതിന് മുൻപ്, കുറ്റാരോപണങ്ങളും വിചാരണയൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ രാധിക രമാശേഷന്റെ അനുവാദം ആദ്യം നമുക്ക് ചോദിക്കാം. അനുവാദം തന്നിരിക്കുന്നു. കേസ് നിങ്ങൾക്ക് തുടങ്ങാം. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ കോൺഗ്രസ് നേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് തോൽവി അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ടൈം മാഗസിനിൽ ബരാക് ഒബാമ നരേന്ദ്രമോദിയെക്കുറിച്ച് എഴുതിയിരുന്നു. കുട്ടിക്കാലത്ത് കുടുംബം പോറ്റാൻ വേണ്ടി മോദി അച്ഛനോടൊപ്പം ചായക്കടയിൽ ജോലി ചെയ്തു. കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്ന് പ്രധാനമന്ത്രി വരെ എത്തിയ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഇന്ത്യയുടെ ഉയർച്ചയാണ് കാണിക്കുന്നത്. പട്ടിണി ഇല്ലാതാക്കാനും വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയും സ്ത്രീ വിദ്യാഭ്യാസത്തിനും അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമാണ് ഉള്ളത്. പക്ഷെ കോൺഗ്രസിന് ആ ചായക്കടക്കാരനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ ജനകീയ നാട്ടിൽ നോക്കുവാണെങ്കിൽ ഉത്സവം പോലെയാണ് തെരഞ്ഞെടുപ്പ്. ഈ ലോകത്തും തന്നെ ഏറ്റവും വെച്ച് ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള നമ്മുടെ ഈ ജനകീയ പത്യം, ഇന്ത്യയുടെ ഈ തനിച്ചുള്ള ഒരു നോക്കമെന്ന് പറയുമ്പോൾ വോട്ടിടുന്ന റൈറ്റ്സ് നമ്മുടെയൊക്കെ തനിച്ചുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരിൽ ആരൊക്കെയാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത്, ഇന്ത്യയിലുള്ള ജനങ്ങൾ ആഗ്രഹിച്ച രീതിക്കാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1 വർഷമായി. പക്ഷേ ഈ 1 വർഷത്തെ ഭരണത്തിലും ഇത്രത്തോളം വിജയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ഒന്ന് നല്ലപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. തോൽവി തന്നെയാണ്, വിജയം തന്നെയാണ്. വരുന്നത്, പോകുന്നത്, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്, ഭരണത്തിൽ ഇല്ലാണ്ടിരിക്കുന്നത്, അപ്സ് ആൻഡ് ഡൗൺസും. ഇതുവരും രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും വരുന്നതാണ് ഇതൊക്കെ. ശരിക്കും പറയണമെങ്കിൽ ആ ഒരു ഉയർച്ചയിൽ അഹങ്കാരം ഇല്ലാണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ താഴ്ചയിൽ വിശ്വാസം ഇല്ലാണ്ടിരിക്കുന്നതും, വീണ്ടും അതായത് കഷ്ടപ്പെട്ട് ഒന്നുകൂടെ ഉയരത്തിൽ എത്തണമെന്ന് അവർ വിചാരിക്കുന്നതും, അങ്ങനെ വിചാരിക്കുന്നതാണ് ഒരു തനിച്ചുള്ള മനുഷ്യനും ആ പാർട്ടിക്കും ആ ഭരണത്തിനും ഒരു ടെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. ഞാൻ താങ്കൾക്കൊരു ഉദാഹരണം പറയാം. ഇത് എക്കണോമിസ്റ്റ് മാഗസിനാണ്, ലോകത്തിലെ വലിയൊരു മാഗസിനാണിത്. ഇന്ത്യയുടെ എക്കണോമി സ്റ്റേബിളായിട്ട് തന്നെയാണ് ഉള്ളത്. നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനങ്ങൾ കാരണം പണപ്പെരുപ്പം കുറഞ്ഞിരിക്കുകയാണ്, പലിശ കുറഞ്ഞിരിക്കുന്നു, രാജ്യത്തെ പണപ്പെരുപ്പം സ്റ്റേബിളാണ്, സാമ്പത്തിക സ്ഥിതിയും രാജ്യത്തിന്റെ ഉയർച്ചയും ഉന്നതിയിലാണ്. ഈ മാറ്റങ്ങളോടുകൂടി തന്നെ 7.5% വളർച്ചയോടുകൂടി ഇന്ത്യ ചൈനയെ ഓവർകം ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് 10ൽ 0 ഒന്നും തന്നെ ചെയ്തില്ലെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് സത്യം രജത് സാർ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഘോഷമുണ്ടായി. എന്ത് ഘോഷമായിരുന്നു അത്? നല്ല ദിവസം എന്നും പറഞ്ഞാണ്. ഇവിടെയുള്ള ഈ ജനങ്ങളുടെ, ഈ ജനകീയത്തിന്റെ ഏറ്റവും വലിയ സ്വത്തായ ജനങ്ങളുണ്ട് ഇവിടെ. ആർക്കായി നല്ല ദിവസം വന്നിട്ടുള്ളതെന്നൊന്ന് ചോദിക്കണം. ഇനി കർഷകർക്ക് ഇവിടുത്തെ ഒരു നല്ല അവസ്ഥ വന്നിട്ടുണ്ടോ? അവരോടൊന്നും ചെന്ന് ചോദിക്കണം. കുറഞ്ഞപക്ഷം അവർക്കൊരു നിധി പോലും കിട്ടിയിട്ടില്ല. ബോണസ് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ലെറ്റർ കാരണം ഓരോ കർഷകനും 150 രൂപ വെച്ച് ഓരോ കുന്റലിനും കിട്ടും. ആ ബോണസ് ഇപ്പം നിർത്തി. ഉറങ്ങളും കിട്ടിയില്ല. പക്ഷെ പോലീസിന്റെ അടുത്ത് നിന്ന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. ഗുഡൌണിൽ നിന്നൊന്നും സ്റ്റോക്ക് റിട്ടേൺ വന്നിട്ടുമില്ല. മാത്രമല്ലാണ്ട് ഒരുപാട് മഴ പെയ്തതിനുള്ള രക്ഷിക്കപ്പെടേണ്ട എന്തെങ്കിലും നിധിയോ അതുമില്ല. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഫണ്ട് വരട്ടെ, നമുക്ക് ആലോചിക്കാമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കാലത്ത് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്തും ഒരുപാട് മഴകൾ പെയ്തിട്ടുമുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ ഖജാന തന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. ശരി, അതൊക്കെ വിടും. നമ്മുടെ ഭൂമിയിലുള്ള ഈ കർഷകരുടെ ഓരോ നിലവും, അതായത് വന്ന് ഇപ്പോൾ അതും കൂടെ എല്ലാവരും പറിച്ചെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ മോശമല്ലേ? ഈ ഭൂമി അപഹരിച്ചെടുക്കുന്ന ഒരു വിധത്തില്. അതായത് ഒരു ഭാഗത്ത് നിങ്ങൾ കർഷകരുടെ കഴുത്തെ പിടിച്ച് അമക്കുക, മറ്റൊരു ഭാഗത്ത് അവരുടെ സ്വത്തായിട്ടുള്ള ഒരു സ്ഥലവും കൂടെ എടുക്കുക.
താങ്കൾ എപ്പോഴും പറയുന്നതാണ് കൃഷിക്കാരുടെ നിലം എടുത്ത് വലിയ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നെന്ന്. ഇത് August 30, 2008 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതാണ്. നിങ്ങളുടെ സർക്കാരാണപ്പോൾ സർക്കാർ വന്ന് 4 വർഷമായി. ഹരിയാനയിലുള്ള ജഡ്ജറിൽ 25,000 ഏക്കർ നിലം, അതിന്റെ വാല്യൂ 40,000 കോടിയാണ്. ആ നിലം കൃഷിക്കാരുടെ അടുത്തു നിന്ന് വാങ്ങിച്ച് ബിസിനസ്സുകാർക്ക് നൽകിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ 10,000 ഏക്കർ നിലം മറ്റൊരു ബിസിനസ്മാന് നൽകിയിരിക്കുകയാണ്, 30,000 കോടി മതിപ്പുള്ള. ഒറീസയിൽ 8,000 ഏക്കർ നിലം 40,000 കോടി മതിപ്പുള്ളത് മിത്തലിന് നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് നിങ്ങൾ കൃഷിക്കാരുടെ നിലമെടുത്ത് ബിസിനസ്സുകാർക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാ? നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതിൽ വളരെ ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്കും സന്തോഷം തന്നെയാണ്. ഒരുപാട് സന്തോഷമാണ്. പക്ഷെ ഇതില് പൂർണ്ണമായിട്ട് കേൾക്കൂ. റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇതില് പറഞ്ഞു കഴിഞ്ഞില്ല, കേൾക്കൂ. ശരി പറയൂ. ഈ പ്രോജക്റ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിലം മൊത്തത്തിൽ 92,000 ഏക്കറാണ്. മുംബൈയുടെ പകുതി വരും. ഈ നിലങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് 5 ലക്ഷം കൃഷിക്കാരാണ് ബാധിച്ചത്. 5 ലക്ഷം കൃഷിക്കാരുടെ നിലമെടുത്ത് ബിസിനസ്സുകാർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് ബിസിനസ്സുകാരുടെ സർക്കാരാണോ അതോ കൃഷിക്കാരുടെ സർക്കാരാണോ? ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രജിത് സാർ, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാനും ഈ ചോദ്യം ചോദിച്ചതിൽ സന്തോഷമല്ല. ശരി, നമുക്ക് രണ്ടുപേർക്കും കൂടെ സന്തോഷമാണ്. പക്ഷേ നിങ്ങൾ ഇതിലൊരു ഡേറ്റാ പോയിന്റ് മറന്നുപോയി. ഗുജറാത്തില് ബിസിനസ്മാന് കൊടുക്കാനായിട്ട് എത്രത്തോളം ഇതിന്ന് റോളായി? അത് ഞാൻ പറയാം. പറയൂ. ശരി, അത് ഞാൻ പറഞ്ഞേക്കാം. അല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഈ പോയിന്റ് എങ്ങനെ? എനിക്കറിയാം. അത് താങ്കൾ കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ പറയുന്നു. രാഹുൽ ഗാന്ധി തന്റെ ഓരോ സ്പീച്ചിലും അദാനിയുടെ പേരാണ് പറയുന്നത്. ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സ്റ്റേറ്റിന്റെ പേരേ പറഞ്ഞുള്ളൂ. ആ സ്റ്റേറ്റിലെ ഒരു ബിസിനസ്മാനാണ് അദാനി. രാഹുൽ ഗാന്ധി ആ പേര് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗുജറാത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അമർ സിംഗ് ചൗധരി. അദ്ദേഹം അദാനിക്ക് സ്ക്വയർ ഫീറ്റ് 25 പൈസയ്ക്കാണ് നിലം നൽകിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നില്ല. അല്ല, ഞാൻ പറയുവാണ്, പക്ഷെ നിങ്ങൾ ഗുജറാത്തിന്റെ ഫിഗർ ഉണ്ടാവണല്ലോ ഇതില്. താങ്കൾ തന്നെ കാണും. അല്ല, പറഞ്ഞു വരുന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ ചോദ്യത്തിന് പറ്റില്ല. ഞാൻ ഉറപ്പായിട്ട് ഇതിനുള്ള ഉത്തരം പറയാം. അതായത് ഈ 92,000 ഏക്കർ നിലം, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എന്തായാലും പറയാം സർ. ഇല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ചെറിയ ഫാക്ടർ മിസ്സിംഗ് ആണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഞാൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടേ ഇല്ല. സ്ഥലങ്ങൾ മറ്റുള്ളവർ കൈപ്പറ്റി എടുക്കാൻ നോക്കി. ആ പറഞ്ഞ കാര്യത്തിൽ മാറ്റവേ ഇല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് കാരണമാണ് സ്ഥലം ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അത് BJP സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ആണെങ്കിലും ശരി, അത് കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ശരി, അതിപ്പോ സമാജ്വാദി പാർട്ടി ആണെങ്കിലും DSP ആണെങ്കിലും ഏത് പാർട്ടി ആയാലും ശരി, അതിന് വേറെ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ആ ഒരു അവസ്ഥ ശരിയാക്കാനുമായിട്ടും അതിനെ ഒരു അവസാനത്തിൽ എത്തിക്കാനായിട്ടും ഞങ്ങള് ഈ സ്ഥലം ആക്രമിക്കപ്പെടുന്ന മസോദയെ പാർലമെന്റിനകത്ത് കൊണ്ടുവന്നത് നമ്പർ 1. അപ്പൊ നമ്പർ 2, ഈ ഉദാഹരണം പറയണമെങ്കിൽ ഉദാഹരണത്തിന് എല്ലാം നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്പർ 3, നമ്മുടെ വിഷൻ എന്താണ്? അതായത് നോക്കുവാണെങ്കിൽ സ്ഥലം കർഷകന് സ്വന്തമായത്. ചെറിയ ചെറിയ കർഷകർ ഉള്ളതുകൊണ്ട് ആ കർഷകരുടെ അടുത്തുനിന്ന് ഒരു വാക്ക് പോലും ചോദിക്കാണ്ട് അവരുടെ സ്ഥലം നിങ്ങൾക്ക് കൈപ്പറ്റിയെടുക്കാൻ പാടുണ്ടോ? ഒരു കർഷകനോട് അത് ചോദിച്ചെടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അത്രയും പ്രയാസം? നമ്പർ 1. നമ്പർ 2, സമൂഹത്തിനെ ബാധിക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവാൻ പാടില്ലേ? രജത് സാർ, എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അതായത് നിങ്ങളും കേട്ടിരിക്കും, പിന്നെ ഞാനും കേട്ടു. അത് പാർലമെന്റില് ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്ന സമയത്ത് BJPയുടെ ഭാഗത്തുനിന്ന് രാജ്നാഥ് സാർ, കുക്കും സിംഗ് നാരായണൻ സാർ, സുഷമ സ്വരാജ് മാഡം പറഞ്ഞു. അതായത് ഒരു തുരുമ്പ് സ്ഥലം പോലും നിങ്ങൾ എടുക്കാൻ പാടില്ല അവിടെ നിന്നാണ് പറഞ്ഞത്. സോഷ്യൽ അസസ്മെന്റ് ഇമ്പാക്റ്റ് ഇല്ലാണ്ട് ഒരു കർഷകന്റെ ഒരു തുരുമ്പ് സ്ഥലം എടുക്കരുത്, ഇവിടെയുള്ള കർഷകന്റെ അനുവാദം ഇല്ലാണ്ട്. കസേരെ തട്ടിയാണ് അവർ അഭിനന്ദിച്ചത് തന്നെ ഈ ബില്ലിങ്ങിനെ പാസ്സായതുകൊണ്ട്. ഈ ഒരു വർഷത്തിൽ അങ്ങനെ എന്താ സംഭവിച്ചത് എനിക്കറിയാൻ വേണ്ട. ഇതെല്ലാം മാറ്റേണ്ട ഒരവസ്ഥയ്ക്ക്. സിന്ധ്യ സർ, സോണിയാഗാന്ധി കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. അവർ ജയ്പൂർ മീറ്റിംഗിൽ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ശരി, കൃഷി ചെയ്യുന്ന ഒരു നിലം ഒരിക്കലും നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ലെന്ന്. അതും നല്ല വിളകൾ കിട്ടുന്ന സ്ഥലം, നല്ലപോലെ വിളച്ചിൽ വരുന്ന സ്ഥലമാ. പക്ഷേ ഹരിയാനയിൽ താങ്കളുടെ സർക്കാരാണ് ഉണ്ടായിരുന്നത്. 20,000 ഏക്കർ നിലത്തിന് സെക്ഷൻ 4, സെക്ഷൻ 5 നോട്ടീസ് അയച്ചു. ആ നിലം കൃഷിക്കാരുടെ അടുത്തുനിന്ന് ഏറ്റെടുത്തു. അതിനുശേഷം കുറച്ചു നാളുകൾക്കുള്ളിൽ ഗുഡ്ഗാവ്, സോണിപത്, ഫരീദാബാദ് മുതലായ സ്ഥലങ്ങളിൽ, സ്വർണം വിളയുന്ന സ്ഥലങ്ങളിൽ റെസിഡൻഷ്യൽ
കോളനി കെട്ടാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. ഒരു രാത്രി കൊണ്ട് തന്നെ 2 4 4 8 8 16 അതായത് നിങ്ങൾ പറയുവാണെങ്കിൽ ചിലപ്പോൾ അതുപോലെ സംഭവിച്ചിരിക്കാം. ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കണമല്ലോ. അല്ല, അതായത് ഞാൻ എന്താ കൃഷിക്കാരെ പറയുന്നത് താങ്കൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നോക്കൂ എന്തുകൊണ്ട് രജത് താങ്കൾ സാർ, ചോദ്യം ചോദിച്ചില്ല? അതായത് ഈ സ്ഥലം കൈപ്പറ്റിയെടുക്കുന്ന ആ ഒരു ബില്ലില് നല്ലപോലെ വിളച്ചിൽ വരുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കൈപ്പറ്റിയെടുക്കാൻ അതിനൊരു മുഴുവൻ തടസ്സവും പിന്നെ റെസ്ട്രിക്ഷൻസിനും ഫോളോ ചെയ്യുന്നുണ്ടതിന്. ഇതൊക്കെയാണ് ഈ BJP രാഷ്ട്രീയം വേണ്ടെന്ന് വെക്കാൻ നോക്കുന്നത്. ഇവരെടുത്തോണ്ട് വന്ന ഈ ഓർഡിനൻസ് ഉണ്ടല്ലോ, ഈ ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും സിംഗിൾ ബാർ അല്ല, അത് രണ്ടാമത്തെ അല്ല, 3 പ്രാവശ്യമായിട്ട് എടുത്തോണ്ട് വന്നിരിക്കുന്നത്. അതായത് രാജ്യസഭ സംഭവിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് തള്ളി വെച്ചിരിക്കുകയാണ് അവരിപ്പോ. ആ ഓർഡിനൻസ് തിരിച്ചെടുത്തോണ്ട് വരാനായിട്ടും ഇപ്പോൾ ഇത് ഈ ജനകീയത്തിന് നേരെ എതിരും നേരെ ഓപ്പോസിറ്റും ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ നിങ്ങൾ ഒരു തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി മൈ വേ ഇല്ലെങ്കിൽ ഹൈവേ എന്ന് പറഞ്ഞു വിട്ടേക്കണം. എന്റെ ഓർഡിനൻസ് ഒരുപാട് കാലത്തേക്ക് കാണത്തില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യമായിട്ടാണ് കൊണ്ടുവന്നേ. ചിലപ്പോൾ വേണ്ടി വന്നാൽ 4ാമത്തെ പ്രാവശ്യവും കൊണ്ടുവരും ഞങ്ങൾ. പക്ഷെ ഇത് ജനകീയത്തിന് എതിരായതല്ലേ? ഞാൻ താങ്കൾക്ക് മറ്റൊരു ഉദാഹരണം പറയാം. റോബർട്ട് വഡ്ര 2009 മുതൽ 2010 വരെ രാജസ്ഥാനിൽ 2000 ഏക്കർ നിലമാണ് വാങ്ങിയത്. അതിനുശേഷം ആ നിലത്തിന് ചുറ്റിനും സോളാർ എനർജി പ്രോജക്റ്റ് വന്നു. ആ നിലത്തിന്റെ വാല്യൂ പകലിൽ 2, രാത്രിയിൽ 8, അടുത്ത ദിവസം 12 അതിപ്പോ ഞാൻ എന്ത് പറയണ, ഈ നാട്ടിലെല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് സ്ഥലം മേടിക്കാനൊക്കെ ആയിട്ട്. അല്ലേ, നിങ്ങളിവിടെ സ്റ്റുഡിയോ കെട്ടാനായിട്ട് ഇവിടെ നോയിഡയിൽ സ്ഥലം മേടിച്ചു വെച്ചിട്ടില്ലേ? പക്ഷെ ആ നിലത്തിൽ സ്റ്റുഡിയോ കെട്ടിയിരിക്കുന്നു. സ്റ്റുഡിയോ പണിയാനായിട്ട് ഇവിടെ സ്ഥലം മേടിച്ചു. പക്ഷേ ഈ സ്റ്റുഡിയോ കെട്ടാൻ എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ആ സ്ഥലം മേടിച്ചിട്ടുണ്ട്, എനിക്കത് വിൽക്കാൻ താല്പര്യമില്ല. 10 വർഷം ഹോൾഡ് ചെയ്യുവാണത്. നിങ്ങൾ ഒരു പക്ഷേ 10 വർഷം ഹോൾഡ് ചെയ്തിരുന്നാൽ, അല്ലെങ്കിൽ 2 വർഷം ഹോൾഡ് ചെയ്തിരുന്നാൽ, ഒരു പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങൾ വിധി എന്തെങ്കിലും ക്രോസ് ചെയ്തിരുന്നാൽ, പേര് പറയുമ്പോൾ താങ്കൾ പേടിക്കാൻ പോകുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ. ഇത് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ താങ്കൾ തന്നെ അത്ഭുതപ്പെടും. ഹരിയാനയിൽ ഒരു 3.5 ഏക്കർ വസ്തു അദ്ദേഹം വാങ്ങിച്ചു. അത് അണ്ടർ ഡെവലപ്പ് പ്ലോട്ടായിരുന്നു. 18 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് സർക്കാർ അനുവാദം നൽകി ആ കൃഷിസ്ഥലം ഒരു കൊമേഴ്ഷ്യൽ പ്ലേസായിട്ട് മാറ്റാൻ. കൊമേഴ്ഷ്യൽ ആക്കിയതിനു ശേഷം അദ്ദേഹം അത് മറ്റൊരു കമ്പനിക്ക് വിറ്റു. അദ്ദേഹം അതിന് 1000 മാത്രമേ ചെലവാക്കിയുള്ളൂ. പക്ഷെ മറിച്ചു വിറ്റപ്പോൾ കോടിക്കണക്കിനാണ് കിട്ടിയത്. ഇതിനെയാണ് മാജിക് എന്ന് പറയുന്നത്. മറ്റു പുതിയ സംരംഭകരോട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സംഭവിച്ചതിന്റെ ഒരേ ഒരു കാരണം അദ്ദേഹത്തിന്റെ മദർ ഇൻ ലോ സോണിയാഗാന്ധി ആയതുകൊണ്ടാണ്. ഈ നാട്ടിൽ ഓരോരുത്തർക്കും ബിസിനസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും അവരവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് എവിടെയും. ഒരുപക്ഷെ ആരെങ്കിലും ആ റൂൾസിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഇന്ന് ഹരിയാനയിൽ BJPയുടെ രാഷ്ട്രീയമാണുള്ളത്, അവർ തന്നെയാണുള്ളത്, അവർ തന്നെയാണ് ഭരിക്കുന്നതും. ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഒരു പ്രശ്നവുമില്ല, ധാരാളമായിട്ട് നടത്തൂ, ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നവുമില്ല. അവര് എല്ലാ റൂൾസും പിൻപറ്റി തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഇരിപ്പുണ്ട്, അവരത് പോയി ചെക്ക് ചെയ്യട്ടെന്നേ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കണ്ണാടി വീടിനുള്ളിലിരിക്കുന്നവർ മറ്റുള്ളവരെ നോക്കി കല്ലെറിയരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് തന്നെ പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ നാടിന്റെ നല്ലത് ആലോചിക്കുന്നതും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ആലോചിക്കുന്നതും, ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനായിട്ട് ഭരണത്തിലും നിയമത്തിലും എല്ലാം ഉണ്ട്. താങ്കൾ ജനുവരി 1, 2014 നിയമം കൊണ്ടുവന്നു. മെയ് 12, 2015 വരെ 25 സ്റ്റേറ്റിൽ ആ നിയമം അനുസരിച്ച് 1 സെന്റ് പോലും അക്വയർ ചെയ്തിട്ടേയില്ല. ഈ നാട്ടിൽ ഏത് പ്രോജക്റ്റ് ചെയ്യാനുള്ള സ്ഥലമായില്ലെന്ന് നിങ്ങൾ പറയണമെന്നേ. ഈ നാട്ടില് എത്രത്തോളം ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് ഉണ്ട്. എന്റെ സ്ഥലത്തോട്ട്, അതായത് സമ്പൽഗാഡിലോട്ട് വന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ സർക്കാരോട് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്, നമുക്ക് തൊഴിലും പണവും വേണമെങ്കിൽ നമ്മുടെ സ്ഥലത്തുള്ള എല്ലാ ഡ്രൈ ലാൻഡും എന്തുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. താങ്കളുടെ സർക്കാരല്ലേ, അപ്പൊ എന്തുകൊണ്ട് ആ പ്രോജക്റ്റ് കൊണ്ടുവന്നില്ല? ഇല്ലല്ല, ഞാൻ എന്താ പറഞ്ഞു, എനിക്ക് ഒരുപാട് ആശ്ചര്യമായിട്ടുണ്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ. ഞാൻ പറഞ്ഞതല്ലേ, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഞങ്ങളുടെ രാഷ്ട്രീയമല്ല, അവിടെ ഭരിക്കുന്നവരുടെ ഒരിതാണിത്. 10 വർഷം ദിഗ്വിജയ് സിംഗ് മുഖ്യമന്ത്രിയായിരുന്നു. എത്ര പ്രോജക്റ്റുകൾ അവിടെ വന്നു? സ്ഥലത്തിന് ഒരു കുറവുമില്ലല്ലോ. സ്ഥലത്തിന് ശരിക്കും ഒരു കുറവില്ലല്ലോന്നേ. അവസ്ഥ എന്താന്ന് വെച്ചാൽ, രജത് സാർ, ഞങ്ങൾ ആ ബില്ലിൽ എന്താ എഴുതിയെന്ന് വെച്ചാൽ, ആദ്യം ബാരൽ ലാൻഡ് അവിടുന്ന് എടുക്കണം, അതായത് ഡ്രൈ ലാൻഡ്. അതാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ സർക്കാർ അല്ലായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ബാരൽ ലാൻഡ് എടുത്തില്ല? അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ചമ്പലിൽ ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ചമ്പലിൽ എന്തുകൊണ്ടാണ് 15 വർഷമായിട്ട് ഞങ്ങളുടെ ഭരണം അല്ലല്ലോ അവിടെ. ഇതിനു മുൻപ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സ്ഥലം കുറവാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കപ്പെടണം. അവിടുന്ന് ഒരു ഹൈവേ പോകുന്നുണ്ട്, ശതാബ്ദി ട്രെയിൻ അതുവഴിയെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്ത് കുറവാ ഉള്ളേ?
എന്തിനാ ഈ വിളച്ചിൽ നടത്തുന്ന സ്ഥലം തന്നെ വേണമെന്ന് പറയുന്നേ? എന്തുകൊണ്ട് ഒരു കർഷകന്റെ സംബന്ധം ഇല്ലാണ്ട് ആ സ്ഥലം പിടിച്ചെടുക്കുന്നു? അല്ല സാർ, താങ്കൾ എന്തുകൊണ്ട് പറയുന്നത് കർഷകന്റെ സ്ഥലത്തോട്ട് മാത്രം ഇങ്ങനെ കണ്ണായി അത് എടുക്കാൻ നോക്കുന്നു നിങ്ങള്? എങ്ങനെയെങ്കിലും കർഷകരെ നശിപ്പിക്കാനായിട്ടാ നോക്കുന്നത്? എന്തുകൊണ്ട്? സിന്ധ്യ സാർ, ഹരിയാന സർക്കാർ നന്നായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ, നല്ല കൃഷി സ്ഥലങ്ങൾ എടുക്കുന്ന സമയത്ത് താങ്കൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് സർക്കാരിലുള്ള ആളുകൾ ഒരുപാട് സ്ഥലം ആക്രമിച്ചെടുത്തു. അത് നല്ല വിളച്ചിലുള്ള സ്ഥലമാണെങ്കിലും ശരി, അല്ലെങ്കിലും അത് ശരി, അതെല്ലാം കൂടെ നിയമത്തിന്റെ കീഴെ കൊണ്ടുവരാനായിട്ടാണ് ഭൂമി അതിക്രമപ്പെടുത്താൻ പാടില്ലാത്ത പദ്ധതി കൊണ്ടുവന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ കൃഷിക്കാരുടെ സ്ഥലം എടുക്കുന്നത് താങ്കൾ എന്തുകൊണ്ട് എതിർത്തില്ല? ആ സമയത്ത് ഞങ്ങളായിരുന്നു അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നേ. അതിനു മുമ്പ് നഷ്ടപരിഹാരം മേടിക്കുന്നത് ബിൽഡേഴ്സിന് കൊടുക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നതുകൊണ്ടാണോ? അല്ല, നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു സ്ഥലം പ്രത്യേകിച്ച് പറയുന്നത്? അതായത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ച് മാത്രമാണ് താങ്കളോട് പറയുന്നത്. അതായത് ഈ സ്ഥലം ഇങ്ങനെ പിടിച്ചു പറിക്കുന്ന പരിപാടി ഒരുപാട് ഡിസ്ട്രിക്റ്റിൽ നടന്നിട്ടുണ്ട്. ഇതിപ്പോ കോൺഗ്രസിന്റെ ഭരണമാണെങ്കിലും ശരി, അല്ലെങ്കിൽ BJPയുടെ ഭരണമാണെങ്കിലും ശരി, ഇല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ആണെങ്കിലോ, അല്ലെങ്കിൽ BSP പാർട്ടിയുടെ ആണെങ്കിലോ, അതായത് ഏതൊരു സർക്കാരാണെങ്കിലും ഞങ്ങളൊരു നാഷണൽ പോളിസി കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം ആക്രമിക്കാൻ പാടില്ലാത്ത പദ്ധതി കൊണ്ടുവന്നത്. അതായത് ഈ ഒരു ബില്ലിങ്ങിന് ശേഷം, അതായത് ഓരോ സ്ഥലത്തും എവിടെയാണെങ്കിലും ഈ ഒരു പദ്ധതി വെച്ച് നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ ഒരു മോട്ടോ, അതായത് ഇന്ത്യ സർക്കാരിന്റെ മോട്ടോ. പക്ഷേ ഒരു വർഷം ഇതിങ്ങനെ കംപ്ലീറ്റ് ആവുന്നതിനിപ്പുറം തന്നെ അത് നിങ്ങൾ കീറി കഷ്ണങ്ങളാക്കി അങ്ങോട്ട് കുപ്പയിൽ എറിഞ്ഞു കിടന്ന്. ഞാനിത് നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളല്ല കേട്ടോ, ഞാൻ സർക്കാരിനെ പറഞ്ഞു. സർക്കാർ കൊണ്ടുവരുന്ന ബില്ലൊക്കെ കീറി ചവിട്ടുകൊറ്റയിലിടുന്ന ജോലിയൊക്കെ രാഹുൽ ഗാന്ധിയല്ല ചെയ്യാറുള്ളത്. തന്റെ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന... ഇല്ല, ഞാനൊന്ന് കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഒരിക്കലും കീറിയിട്ടില്ല. കീറി കളയേണ്ട കാര്യമല്ലെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ എമോഷനാണ് പുറത്തു പറഞ്ഞത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ടിരിക്കാം, ജനങ്ങൾ സമ്മതിക്കാണ്ടിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു എമോഷനാണ് അദ്ദേഹം പറഞ്ഞത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാഹുൽ ഗാന്ധി BJPയെ എതിർക്കുന്നതിൽ എത്ര ആക്റ്റീവായിട്ടുണ്ടോ അത്രയും ആക്റ്റീവായിട്ട് അവർ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ വീണ്ടും ജയിച്ചേനെ. ആ സമയത്ത് അദ്ദേഹം അത്രത്തോളമാണ് ആക്റ്റീവായിട്ടിരുന്നത്. അതായത് ഈ സ്ഥലം ഈ ആക്രമിക്കുന്ന ഒരു ബില്ലെടുത്തോളൂ രജത് സാർ, നമ്മൾ ഇത്ര നേരം അതിനെക്കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ബില്ലിനുള്ള അടിസ്ഥാനവും അതിന്റെ തുടക്കവും പട്ടാ പർസോൾ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് തുടങ്ങിയതല്ല. അതിൽ രാഹുൽ സാറാണ് ആദ്യമായിട്ട് വന്ന് നിന്ന് ആ ഒരു ബേസിക് വെച്ചാണ് എല്ലാവരും അത് തുടർച്ചയായി ചെയ്തത്. ഇപ്പോൾ ഒരു പണി കിട്ടേണ്ട ഉത്തരവാദിത്തം എടുത്തോളൂ. 200ഓളം ഡിസ്ട്രിക്റ്റിലാണ് അത് സാങ്ഷനായ. 600ഓളം ഡിസ്ട്രിക്റ്റിൽ ഇൻക്രീസ് ചെയ്തത് അദ്ദേഹം തന്നെയാണ്. സോ അദ്ദേഹത്തിന്റെ ആക്റ്റീവ്സ് എപ്പോഴും ഇരുന്നുകൊണ്ട് തന്നെയാണ് ഉള്ളത്. സത്യം പറയണമെങ്കിൽ കഴിഞ്ഞ 1-2 ഈ മാസത്തിൽ അദ്ദേഹം ഒരു പുതിയ എനർജറ്റിക് ആയിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിലെ പാർട്ടിക്കും ഒരു പുതിയൊരു എനർജി ഉണ്ടാവും എന്തായാലും. എന്റെ ചോദ്യം താങ്കളോടും ഉണ്ട്, പിന്നെ രജത് സാർ താങ്കളോടും ഉണ്ട്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പെർമിഷൻ? തീർച്ചയായും എല്ലാവർക്കും ഉണ്ട്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇല്ല, ഇദ്ദേഹം എനിക്ക് അനുവാദം ഇല്ലെന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് ഉത്തരം പറയേണ്ടത് താങ്കളാണ്. ജനങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം, ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിക്കാം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് രാഹുൽ സാറിനെ ഇവിടെ കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴാണ് ഇവിടെ വരിക? കാരണം ഈ വേദിയിൽ ഒരുപാട് സെലിബ്രിറ്റികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂളുകൾ മാറ്റിവെച്ച് അദ്ദേഹം എപ്പോഴാണ് ഈ ഷോയിലേക്ക് വരിക? എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അതായത് രജത് സാർ ഈ ചാനലിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങളത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അദ്ദേഹം വിളിച്ചിട്ട് വന്നതുപോലെ എത്രയോ പ്രാവശ്യം ക്ഷണിച്ചിട്ടും അദ്ദേഹം വന്നതേ തീർച്ചയായിട്ടും അദ്ദേഹം വരും. നിങ്ങൾ ചോദിച്ചു, ഞാൻ തീർച്ചയായിട്ടും പറയാം. താങ്കൾ എനിക്ക് വേണ്ടി കുറച്ച് റെക്കമെൻഡ് ചെയ്യണം. ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിനിപ്പുറം ഞാൻ തന്നെ പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജ്യോതി ആദിത്യ സിന്ധ്യയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. സിലിണ്ടർ 103 രൂപ കുറഞ്ഞിരിക്കുന്നു. പഞ്ചസാരയ്ക്ക് 31 നിന്ന് 29 അരി 105 നിന്ന് 65 മാറി. സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ജോലിക്ക് പോന്നു. ജൻധൻ അക്കൗണ്ടിൽ 15 കോടി പേരാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. 12 രൂപയ്ക്ക് ആക്സിഡന്റൽ പോളിസി കിട്ടുന്നു. 330 രൂപയ്ക്ക് മെഡിക്ലെയിം കിട്ടുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും താങ്കൾ ഒന്നും അറിഞ്ഞില്ലേ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കോൺഗ്രസ് നേതാവായ ജ്യോതി ആദിത്യരാജ് സിന്ധ്യയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കോൺഗ്രസ് നേതാവായ ജ്യോതി ആദിത്യരാജ് സിന്ധ്യയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ്.
ഇപ്പോഴൊക്കെ മൊബൈൽ ഫോണിൽ ധാരാളം മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ സിലിണ്ടറിന് 103 രൂപ കുറഞ്ഞിരിക്കുന്നു, പഞ്ചസാരയ്ക്ക് 31 നിന്ന് 29ആയി, അരി 105 നിന്ന് 65 മാറി, പെട്രോൾ 83 നിന്ന് 68 കുറഞ്ഞു, സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ജോലിക്ക് പോന്നു, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ജൻധൻ അക്കൗണ്ടിൽ 15 കോടി പേരാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. 12 രൂപയ്ക്ക് ആക്സിഡന്റൽ പോളിസി കിട്ടുന്നു, 330 രൂപയ്ക്ക് മെഡിക്ലെയിം കിട്ടുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും താങ്കൾ ഒന്നും അറിഞ്ഞില്ലേ? നിങ്ങളൊന്ന് തക്കാളിയുടെ വില ചോദിച്ചു നോക്കിയേ, അല്ലെങ്കിൽ വെങ്കായത്തിൻ്റെ വില ചോദിച്ചു നോക്കിയേ. പോയി ഗ്രാമങ്ങളിലൊക്കെ പെട്രോൾ ഡീസൽ വിലയൊക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്കിയേ. ഇന്ന് ഈ വേൾഡ് മാർക്കറ്റിൽ തന്നെ 60% ഡിക്രിമെൻ്റ് ആയിരിക്കുന്നത്. പക്ഷേ ഈ ദേശീയ അളവിൽ 3 തൊട്ട് 4% പോലും കൂടിയിട്ടില്ലല്ലോ. സോ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കും. മറ്റേ ഈ ജൻധനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷത്തിൽ മാത്രം 12 കോടി അക്കൗണ്ട് ഓപ്പണായ, കഴിഞ്ഞ ഒരു വർഷത്തിൽ. അതിലൊരു സംശയവും വേണ്ട. പക്ഷേ ആ 12.5 കോടി അക്കൗണ്ടിൽ എത്ര അക്കൗണ്ടിൽ നിങ്ങൾ നോക്കുവാണെന്ന് വെച്ചാൽ 0 ബാലൻസ് ഉണ്ടെന്ന് അറിയാവോ നിങ്ങൾക്ക്? 75% 8.5 കോടി അക്കൗണ്ടിലാണ് ഈ 0 ബാലൻസ്. കാരണം ഈ ജൻധൻ പദ്ധതിയിൽ എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് BJP പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. കാരണം ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ബ്ലാക്ക് മണിയിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് 15 ലക്ഷം വെച്ച് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഈ നാടിനെ തന്നെ പറ്റിക്കപ്പെട്ട ഒരു കാര്യമാണ്. നാട്ടിലുള്ള ഓരോരുത്തരും എൻ്റെ 15 ലക്ഷം എവിടെ പോയെന്നാ ചോദിക്കുന്നത്. പക്ഷെ അതിന് BJPയുടെ നേതാവ് എന്താ പറഞ്ഞത്? അത് വരും തെരഞ്ഞെടുപ്പിന് പറഞ്ഞാന്നാ പറഞ്ഞേ. അതാണ് അവരുടെ ശരിക്കുള്ള അവസ്ഥ. അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? ഞങ്ങളത് ചേർത്തോണ്ടിരിക്കുക. തീർച്ചയായിട്ടും കൊണ്ടുപോയി ചേർക്കും. അതായത് പത്രങ്ങളും TV ചാനൽസും ഒക്കെ സർവേ എടുത്തപ്പോൾ താങ്കൾ കൊണ്ടുപോയി ചേർത്തിരുന്നെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ 73% ആളുകൾ സർക്കാരിന്റെ പ്രവൃത്തികളിൽ തൃപ്തി എങ്ങനെ രേഖപ്പെടുത്തും? ഭാസ്കറിൽ 63% പേർക്ക് തൃപ്തിയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ത്യ ടുഡേയിൽ 56% ആൾക്കാർ സർക്കാർ ജോലിയിൽ തൃപ്തരാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ജനങ്ങളുടെ അരികിലേക്ക് എത്തിയില്ലെന്നല്ലേ? നിങ്ങൾ സർവേനെ കുറിച്ച് സംസാരിച്ചതിന് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഒരു കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. ഇതേ സർവേസ് തന്നെയാണ് 2009 UPA സർക്കാർ വരാനായിട്ട് ഒരു സാധ്യതയും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അതേ സർവേ ആണ്. ഇനി എത്ര നാൾ ഇങ്ങനെ 2009 പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ മുൻപോട്ട് വാ. ഇല്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം എന്താന്നല്ലേ ചോദിക്കുന്നത് തിരിച്ച്. പബ്ലിക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് അധികരിച്ചില്ല, എക്സ്പോർട്സ് കുറയുവാണ്, ഇതുവരെ പെട്രോൾ ഡീസൽ വില കുറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തൊരു വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്? ഈ സർവേകളിലാണ് മോദി വിദേശ രാജ്യങ്ങളിൽ പോയതോടുകൂടി ഇന്ത്യയുടെ യശസ് കൂടിയെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് മാർക്കറ്റിംഗ് ഉണ്ട്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഫോട്ടോ ആപ്പിന്റെ സർക്കാർ. നിങ്ങൾ കാണുന്നതല്ല അത് തന്നെയാ. ഒരു ഭാഗത്ത് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മന്ത്രിമാരുടെ അടുത്ത് പോയി ചൂലെടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ബഡ്ജറ്റിൽ 50% ഫുള്ള് പോയി. പിന്നെ എങ്ങനെയാണ് ഈ സ്വച്ഛ് ഭാരത് ഉണ്ടാവുന്നത്? സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് വേണ്ടി താങ്കളുടെ സർക്കാർ എത്ര പണം ഒതുക്കി? 12,000 കോടി. ഈ സർക്കാർ എത്ര ഒതുക്കിയിട്ടുണ്ട്? 6,000 കോടി. താങ്കളുടെ 12,000 കോടിയിൽ ശുദ്ധമായോ? ഇല്ല, ഒരുപക്ഷെ ആവാണ്ടിരിക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ സ്വച്ഛ് ഭാരത് മാത്രമല്ല, അതിൽ ടോയ്ലറ്റ് കിട്ടും അവര്, പിന്നെ നാട് നീളെ ഓരോ നാട്ടിലും അതായത് ചെന്ന് റേഷൻ കിട്ടും. അതെല്ലാം അതിലുള്ളതാണ്. താങ്കൾ അതായത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. അതായത് ഞങ്ങളുടെ എല്ലാ പദ്ധതികളും ജനങ്ങളുടെ ഓരോ പ്രതീക്ഷയ്ക്കും അവരുടെ ആഗ്രഹത്തിനും ഏറ്റതുപോലെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്തിരുന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നെയും ഭരണത്തിൽ ഉണ്ടായിരുന്നേനിപ്പോൾ. ഇതിലിപ്പോൾ യാതൊരുവിധ ഡൗട്ടും വേണ്ട. ഞങ്ങളുടെ അടുത്ത് ഒരുപാട് കുറവുകളും ഉണ്ടായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു ഭരണത്തിലില്ലാത്ത. അതുകൊണ്ടാണ് താങ്കളുടെ പദ്ധതിയെക്കുറിച്ച് എന്ത് പറയുന്നതെന്ന് വെച്ചാൽ 1000 രൂപ ഒതുക്കിയിട്ടുണ്ട്, പക്ഷെ അത് മറ്റൊരാളുടെ പോക്കറ്റിലേക്കാണ് പോയത്, ചെലവഴിച്ചിട്ടില്ലെന്ന്. എല്ലാ പ്രോജക്റ്റിലും ചെലവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാൻ അറിയുന്നു. അതായത് എന്താന്ന് വെച്ചാൽ അതിന്റെ ബഡ്ജറ്റ് കുറച്ച്, അതുകൊണ്ട് നാട്ടിന് വളർച്ച വരുവാണെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ആ കാര്യത്തിനൊക്കെ. പക്ഷെ നിങ്ങൾ എവിടെയാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്? താങ്കളും രാഹുൽ ഗാന്ധി ദിവസവും പറയുന്നത് പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ടൂറൊന്നും ചെയ്യുന്നില്ല, NRI ആയി മാറിയിരിക്കുകയാണെന്ന്. അത് സത്യമല്ലേ?
അല്ല, നിങ്ങൾ പറയണം, ഇങ്ങനെയുള്ളപ്പോൾ ഈ നാടിൻ്റെ അവസ്ഥ ഇത്ര മോശമായിട്ട് മാറുമ്പോഴൊക്കെ, അതായത് കൃഷിയുടെ കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു അവസ്ഥ നമ്മൾ നേരിട്ട് പോയി കാണണ്ടേ? അത്രയ്ക്ക് മോശമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ രാഹുൽ ഗാന്ധി 56 ദിവസം എവിടെയാണ് കാണാതെ പോയത്? അത് സ്വയം പരിശോധിക്കാൻ വേണ്ടി പോയതാണ്. അത് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇപ്പൊ വീണ്ടും ഫുൾ ഫ്ലഡ്ജായിട്ട് അദ്ദേഹം അതിലില്ലേ ഇപ്പോ? മൻമോഹൻ സിംഗ് ഓക്കെ, 2009 മുതൽ 2010 വരെ 42 പ്രാവശ്യം വിദേശ രാജ്യങ്ങളിൽ പോയി. 14 രാജ്യങ്ങളിൽ. ഒരു വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യമാണ് അമേരിക്കയിൽ പോയത്. മോദി 57 ദിവസങ്ങൾ പോയിരുന്നു. പക്ഷെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെറും 15 ദിവസമേ കൂടുതലാവുന്നുള്ളൂ. അപ്പോൾ മൻമോഹൻ സിംഗിനോട് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തിനാണ് ഇങ്ങനെ വിദേശത്ത് ചുറ്റിക്കറങ്ങുന്നതെന്ന്? ഇവിടെ കൃഷിക്കാർ കഷ്ടപ്പെടുകയാണ്, ആത്മഹത്യ ചെയ്യുന്നു, പോയി കാണാൻ പറയുന്നു. ചോദ്യം എന്താന്ന് വെച്ചാൽ അതായത് ആ ഒരു സമയത്ത് ഏതൊരു നാടിൻ്റെയും ഒപ്പം നമ്മൾ ഒരു ഡീലിങ്ങും വെച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രി അന്ന് നാടിൻ്റെ ഈ ദേശത്തുള്ള എല്ലാ നാടുകളിലും പോയി എല്ലാത്തിനും ഡീൽ ചെയ്ത് വെച്ചിരുന്നു. അതായത് നേരിട്ട് പോകണമെങ്കിലും നിധി കൊടുക്കണമെങ്കിലും നഷ്ടപരിഹാരം മേടിക്കണമെങ്കിലും എത്രയ്ക്കും എന്തിന് എൻ്റെ ഒരു സ്ഥലത്ത് പോലും ആലങ്കെട്ടി മഴയും പിന്നെ ഒരുപാട് മഴയും ഉണ്ടായിരുന്നു അന്ന്. അതിനുവേണ്ടി ഒരു പ്രാവശ്യം അവർ 1000 കോടിയോളം നിധി തന്നായിരുന്നു. മറ്റൊരു പ്രാവശ്യം കർഷകർക്ക് 800 കോടിയും തന്നു. അത് മറ്റൊരു കാര്യം. അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം ഒന്നും കൃഷിക്കാർക്ക് പോയില്ല. അതൊക്കെ നിങ്ങൾ നോക്കണം. അത് കേന്ദ്ര സർക്കാർ വഴിയാണ് കിട്ടിയത്. ആ ഒരു സമയത്ത് ഏതൊരു സെക്ഷൻ ആണെങ്കിൽ പോലും, അതായത് ബാധകമായിരുന്ന ജനങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങളുടെ പ്രധാനമന്ത്രി എല്ലാം നേരിട്ട് പോയി നോക്കി തീരുമാനം എടുത്തിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഒരു ഉദാഹരണം പറയൂ. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ബാധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കൃഷിക്കാരുടെ വീട്ടിലേക്ക് പോയതായിട്ട്? ഒരുപാട് പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്തും പോയിട്ടുണ്ട്. താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹം പോവാത്തൊരു സ്ഥലത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്തിരുന്നു. ബാധിക്കപ്പെട്ട ഒരു സ്ഥലത്ത് പോലും പ്രധാനമന്ത്രി പോയിട്ടേ. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പോയിട്ടുണ്ട്, സോണിയാഗാന്ധി പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിട്ടുണ്ട്. അല്ല, ഇപ്പൊ പോകുന്നുണ്ട്. പോകുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും പോകുന്നുണ്ട്. മൻമോഹൻ സിംഗ് പോകുന്നുണ്ട്, അന്നും പോയതായിരുന്നു. കോൺഗ്രസ് മോശമാവാൻ കാരണം അവർ രാജാക്കന്മാരെ പോലെ പെരുമാറി ജനങ്ങളെ കൈവിട്ടതുകൊണ്ടാണ്. ജനങ്ങളെപ്പറ്റി അവർ കാര്യമാക്കിയില്ല. കർഷകരുടെ വീട്ടിലേക്ക് അവർ പോയില്ല. അതുകൊണ്ടാണ് അവർക്ക് മോശം കാലം തുടങ്ങിയത്. ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ല കാലം തുടർന്നേനെ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു എമോഷൻ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ തന്നെ ഈ ഷോയിൽ മുൻവന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓരോ കുറവുകൾ ഉണ്ടായിരുന്നു ഇതിൽ. അതുകൊണ്ടാണ് ഇന്ന് ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളത് സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ ലോസ് ശരിക്കും ഞങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ ഓടാൻ പോകുന്നില്ല. ഈ കാര്യത്തിലൊന്നും ഒരു കുറവും ഞങ്ങളുടെ അടുത്ത് ഇല്ലെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. ഞങ്ങളുടെ അടുത്ത് കുറവില്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ടിരിക്കാൻ പോണേ? അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു സ്വയം ടെസ്റ്റ് നടത്തേണ്ടതാണ്. അരുൺ ജെയ്റ്റ്ലി ഇവിടെ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സിന്ധ്യാജി ഇത് സൂട്ട് ധരിച്ച സർക്കാരാണെന്ന് പറഞ്ഞല്ലോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സർക്കാർ സൂട്ട് ധരിച്ച സർക്കാരാണ്, പക്ഷെ അവരുടെ സർക്കാർ സൂട്ട് കേസ് സർക്കാരാണ്. സ്യൂട്ട് ഇട്ട സർക്കാരാണോ സ്യൂട്ട് കേസുള്ള സർക്കാരാണോ? ഏത് സർക്കാരാണ് ബെറ്റർ? എൻ്റെ ഒരു നോട്ടത്തിൽ സൂട്ടിട്ട ഒരു സർക്കാരും ഇല്ല, സൂട്ട് കേസുള്ള ഒരു സർക്കാരും ഇല്ല. നിങ്ങൾ ചോദ്യം ചോദിച്ചില്ല, ഉത്തരം പറയാൻ ചാൻസ് തരണം. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ, അതിനായിട്ടുള്ള ഒരു രാഷ്ട്രീയം, ഉറപ്പായിട്ടും ഒരു ഓപ്പൺ ആയിട്ടുള്ള രാഷ്ട്രീയം വേണം. ഏതൊരു പാർട്ടി ഇന്ന് ഭരണത്തിലാണെങ്കിലും ഒരു കാര്യം പോലും മറക്കാൻ പാടില്ല. ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യാനും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനും. ഇതൊന്നും ആലോചിക്കാണ്ട് നമ്മൾ അതിൻ്റെ ഒരു വിചാരം നമ്മുടെ ഹാർട്ടിലുണ്ടെങ്കിൽ എന്നാലേ ദേശത്തിൻ്റെ ഓരോ വളർച്ചയും കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഇവർ പറയുന്നത് ഒരു വർഷം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, BJP അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അവർ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ഇവരുടെ ഭരണകാലത്തെപ്പറ്റി മറന്നുപോയോ? ആ സമയത്ത് നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ എന്താ നടന്നതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. രാജ്യത്തേക്ക് എത്രായിരം കോടി നഷ്ടം സംഭവിച്ചുവെന്ന് നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് ഏതൊരു സർക്കാരാണെങ്കിലും അതിൽ എപ്പോഴാണ് വിലയിരുത്തേണ്ടതെന്ന് വെച്ചാൽ അവർ പറയുന്നതിനും ചെയ്യുന്ന പ്രവർത്തിക്കുള്ള വ്യത്യാസം വരുമ്പോഴാണ്. ഈ എല്ലാ ഒരു കാര്യങ്ങളിലും ഒരു വാക്കിനും സത്യം പറയാണ്ടിരുന്നാൽ, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. 1.5 വർഷത്തിന് മുമ്പ് ഡോളറിന് 63 രൂപ വിലയുള്ള സമയത്ത് UPA സർക്കാർ കാശ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടെന്നാണ് അന്ന് പറഞ്ഞത്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ 48 രൂപയായിട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 3 മാസത്തിൽ ഇവരുടെ കോമേഴ്സ് മിനിസ്റ്റർ നിർമ്മല സീതാരാം മാം പറഞ്ഞിരിക്കുന്നത്
രൂപയുടെ മതിപ്പീട് 64 തന്നെ ഇരിക്കേണ്ടത്, എന്നാലേ എക്സ്പോർട്ട് കോമ്പറ്റേറ്റീവ് ആവുള്ളൂ. പക്ഷെ ഇന്നും അത് 64 തന്നെ ഉള്ളത്. അന്ന് വെന്റിലേറ്ററിൽ ഇരിക്കുക എന്ന് പറഞ്ഞ രൂപ ഇന്നും ആ വെന്റിലേറ്ററിൽ തന്നെ ഇരിക്കുന്നത്. ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല. ഒരു സർക്കാർ പറയുന്നതിനും അത് നടമുറയിലെ എടുത്തോണ്ട് വരുന്നതിനും ഇത്രത്തോളം വ്യത്യസ്തതയുള്ളപ്പോൾ അതിനെ മതിപ്പിട്ട് നോക്കുന്നത് ഓപ്പോസിറ്റ് പാർട്ടിയായിട്ടുള്ള ഞങ്ങളുടെ കടമയാണത്. ഞങ്ങളത് നടത്തിത്തരും. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട്. നെഹ്റു 16 വർഷം 286 ദിവസം പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധി 15 വർഷം 296 ദിവസം പ്രധാനമന്ത്രി. രാജീവ് ഗാന്ധി 5 വർഷം 36 ദിവസം പ്രധാനമന്ത്രിയായിരുന്നു. മൻമോഹൻ സിംഗ് 10 വർഷം 4 ദിവസം പ്രധാനമന്ത്രിയായിരുന്നു. ഇതെല്ലാം ചേർക്കുമ്പോൾ 47 വർഷം 48 ദിവസങ്ങൾ. 47 വർഷം 48 ദിവസങ്ങളിൽ നല്ല ദിവസങ്ങളൊന്നും വന്നില്ല. ഒരു വർഷത്തിനുള്ളിൽ എല്ലാം വരും. ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇന്ന് ഞാൻ 2 കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ ആശ്ചര്യമായിട്ടുണ്ട്. ഈ 47 വർഷങ്ങളായി ഒരു വളർച്ച ഇല്ലായിരുന്നോ? അപ്പോ ഒരു മുന്നേറ്റവും ഇല്ലായിരുന്നോ? ഒരുപാട് അഴിമതികൾ നടന്നു. ഒരുപക്ഷെ അതായിരിക്കാവുന്നേ. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഴിമതിയാണ്, നല്ല കാര്യങ്ങളൊന്നും നടന്നില്ലെന്ന്. തീർച്ചയായിട്ടും നടന്നിരിക്കും. തീർച്ചയായിട്ടും ഞാനത് സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഇപ്പൊ എത്ര വെറുപ്പുണ്ടോ അത് എനിക്കും ഉണ്ട്. ഇപ്പോ നിങ്ങൾ പറയുന്നത് ഞാൻ എന്തായാലും സമ്മതിക്കാം. നിങ്ങൾ ചെയ്യുന്നത് അനീതിയും അരാജകത്വമാണ്. മുന്നേറ്റം ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ? അതിനേക്കാളും കൂടുതൽ അഴിമതിയാണ് നടന്നത് എന്ന് വെച്ചാ അതൊരു അടിസ്ഥാനമായിട്ട് വെച്ച് നിങ്ങൾ പറഞ്ഞത്, അതായത് 47 വർഷം എന്ന് നിങ്ങൾ പറഞ്ഞത്, അതായത് 47 വർഷം ഇരുന്നത് പോലെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണമെന്നാണോ പറയുന്നത്? ഒരു ചോദ്യം ചോദിക്കാണ്ട്. അതായത് ഈ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട അംശം എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചോദ്യം ചോദിച്ചേ പറ്റൂ. അതായത് പ്രവർത്തിക്കും പറച്ചിലും വ്യത്യസ്ത ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ. നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യയോടുള്ള ജനങ്ങളുടെ ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാനിവിടെ കോട്ട് ചെയ്യുകയാണ്. പാർട്ടിയുടെ താഴെ തട്ട് മുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പും നൽകുന്നു. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമായിരിക്കും. ആ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ ജ്യോതി ആദിത്യരാജ് സിന്ധ്യയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കോൺഗ്രസ് നേതാവായ ജ്യോതി ആദിത്യരാജ് സിന്ധ്യയുടെ മേലുള്ള കുറ്റാരോപണം പാർട്ടിയുടെ തോൽവിയിലും ഇവർ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ്. സിന്ധ്യ സർ, ഡിസംബർ 13 ശേഷവും ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടി തോറ്റതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാനിവിടെ കോട്ട് ചെയ്യുകയാണ്. പാർട്ടിയുടെ താഴെ തട്ട് മുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പും നൽകുന്നു. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമായിരിക്കും. ആ മാറ്റങ്ങളൊക്കെ സംഭവിച്ചോ? 14 മാസം കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ഇതും പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ഓരോ പരിശോധനകളും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വെച്ചും ഒരു തീരുമാനം എന്തായാലും പെട്ടെന്ന് എടുത്തേ പറ്റൂ. എല്ലാവരും നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യത്തും പുതിയതായിട്ട് വരുന്നവർക്ക് ഓരോ സ്ഥാനവും റെസ്പോൺസിബിലിറ്റിയും കൊടുക്കും. അത് പാർട്ടി മുഖേന ആയിരിക്കാം, അത് ത്രിപുരയാണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും എല്ലാ രാജ്യത്തുമാണത്. ശരിക്കും അത് കേന്ദ്രത്തിലും എൻ്റെ ചില അനുവാദത്തോടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ ഉള്ളതാണ്. അതാണ് സത്യം. ഈ മാറ്റങ്ങൾ സംഭവിക്കുന്തോറും നിങ്ങൾ ഹരിയാനയിൽ തോറ്റുപോയി, മഹാരാഷ്ട്രയിൽ തോറ്റുപോയി, ജാർഖണ്ഡിലും തോറ്റുപോയി. അതായത് രജിത് സാർ, നിങ്ങൾ ഈ മാറ്റം വളരെ വേഗം ചെയ്തിരുന്നേ നന്നായിരുന്നു. നിൽക്കൂ, ഒരു മിനിറ്റ് നിങ്ങൾ നിൽക്കണം. ആക്ച്വലി നിങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഏതൊരു ഗ്രൂപ്പ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ കമ്പനി ആണെങ്കിലും ശരി, എന്ത് തരം കമ്പനി ആണെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ താഴ്ച ഉണ്ടാവുന്നത് ഉറപ്പായിരിക്കും. നിങ്ങളുടെ കയ്യിലൊരു മാന്ത്രിക വടി തന്ന് എല്ലാം പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞാൽ മാറ്റുന്ന അളവിന് എളുപ്പമല്ല ഇത്. നിങ്ങളൊന്ന് പറയണത് അതൊരു പ്രോസസ്സാണ്. അതിനേറ്റ സമയം വേണം ഈ മാറ്റത്തിൻ്റെ ഫലം കിട്ടാനായിട്ട്. എൻ്റെ ഒരു വാക്കിൽ, അതായത് ഇപ്പോഴത്തേന് ഞങ്ങളുടെ ശ്രദ്ധ തെരഞ്ഞെടുപ്പ് വരുന്ന ഡിസ്ട്രിക്റ്റിലുണ്ടാവണം. അതിൽ ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അവിടെ വളരെ ശക്തമായ, വളരെ ഇന്റലിജന്റായ ഒരു പാർട്ടി, ഒരു നല്ല ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഒരു ഇപ്പോൾ ഇതായിട്ടുള്ളത്. ഇപ്പൊ സോണിയാഗാന്ധി പോലും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസമുണ്ടോ? അതായത് രാഹുൽ ഗാന്ധി പോകുന്ന ആ പാതയിൽ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് 16 മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തു. അവിടെ അമേരിക്കൻ സ്റ്റൈലിൽ പ്രൈമറീസ് ഒക്കെ നടത്തി. പക്ഷെ ആ 16 മണ്ഡലങ്ങളിലും നിർത്തിയവരെല്ലാം തോറ്റുപോയി. അതായത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഓരോരുത്തരും എന്തിനെക്കുറിച്ചെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല കാര്യത്തിലും ഞങ്ങൾക്ക് ഒരുപാട് ഡിവിഡൻഡും കിട്ടിയിട്ടുണ്ട് ഇതിൽ.
പല സ്ഥലത്ത് ഞങ്ങൾ ഇതേ ഒരു വഴിയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്ത് അവർ വിജയിച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ഈ ജനകീയത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ചില കാര്യങ്ങളിൽ ഒരുപാട് ഡിവിഡൻഡ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, പല കാര്യങ്ങൾ അങ്ങനെ ചിലപ്പോൾ കിട്ടാണ്ടും പോകും. പക്ഷേ മാറ്റത്തിനായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അദ്ദേഹം ലീവിന് പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ ബ്ലൂ പ്രിന്റോട് കൂടി വരുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ബ്ലൂ പ്രിന്റ് ലഭിച്ചോ? എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ബ്ലൂ പ്രിന്റ് നല്ല തെളിച്ചാണുള്ളത്. അടുത്ത 1-2 മാസത്തിൽ അതിനുള്ള മാറ്റം നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുമെന്ന് തോന്നുന്നു. എന്ത് മാറ്റമാണ് വന്നത്? അദ്ദേഹം നേപ്പാൾ എംബസിയിൽ കണ്ടോളൻസ് മെസ്സേജ് എഴുതാൻ വേണ്ടി പോയി. അതും ഫോൺ നോക്കിയാണ് എഴുതുന്നത്. അല്ല, ഇത് നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത്? ഇപ്പോ ഞാൻ നിങ്ങളുടെ ഈ ഷോയിൽ എന്റെ പോക്കറ്റിലുള്ള ഈ മൊബൈൽ ഫോൺ എടുക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ ഉത്തരം ഇത് കണ്ടാ പഠിക്കുന്നെന്ന് പറയുവോ? ഒരുപക്ഷെ എനിക്ക് ചിലപ്പോൾ ഇമെയിലോ അല്ലെങ്കിൽ മെസ്സേജോ വന്നിരിക്കാം. അത് കണ്ടിട്ട് ഞാൻ പറയുമ്പോൾ അത് അങ്ങനെ ആവണമെന്നാവില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ അതെ ഇവിടെ ഇങ്ങനെയാണ് പ്രശ്നമുള്ളത്. ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ ഈ പല കാര്യങ്ങളും തപ്പിക്കൊണ്ടിരിക്കുക. ഒരു പഴഞ്ചൊല്ലുണ്ട്, हाथ कंगन को आरसी क्या, पढ़े लिखे को फारसी क्या. അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി എംബസിയിലുള്ള സമയത്ത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അത് ജനങ്ങളും കാണണ്ടേ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അദ്ദേഹം എങ്ങനെയാണ് മെസ്സേജ് എഴുതുന്നതെന്ന്. ആ എവിഡൻസ് ഞാൻ കാണിച്ചു തരാം, ജനങ്ങൾ എല്ലാവരും കാണട്ടെ. ഇതിനെക്കുറിച്ച് താങ്കൾ എന്താ പറയുന്നത്? ഞാനിത് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ, അമരീന്ദർ സിംഗ് അദ്ദേഹവും പറയാൻ തുടങ്ങി സോണിയാഗാന്ധി തുടർന്ന് നേതാവായിരിക്കണമെന്ന്. കിഷോർ ചന്ദ് ദേവ് അദ്ദേഹവും പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളിൽ പകുതിയെങ്കിലും നിറവേറ്റിയിരുന്നെങ്കിൽ പാർട്ടിക്ക് ഈ സ്ഥിതി വരില്ലായിരുന്നെന്ന്. അതായത് എന്നെ സംബന്ധിച്ച് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും, ഉദാഹരണത്തിന് നിങ്ങൾ രജത് സാർ, നിങ്ങൾ ഈ ഇന്ത്യ ടി വിയിലെ നേതാവായിട്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മിശ്ര സാർ ഇന്ത്യയുടെ ടി വിയുടെ നേതാവായിട്ടിരിക്കണമെങ്കിൽ, ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ ആരാണ് നേതാവായിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൻ്റെ നന്മ വിചാരിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് നമ്മൾ തീർച്ചയായിട്ടും നിറവേറ്റിയേ പറ്റൂ. ആര് എപ്പോൾ എങ്ങനത്തെ നേതാവായി വരും, എങ്ങനെയാ ആവുന്നത്, ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ നമ്മൾ AICCയിലോട്ട് വിട്ടുകൊടുക്കണം. എന്നെ സംബന്ധിച്ച് ഒരു പാർലമെന്റിലെ മെമ്പറായി എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാന്ന് വെച്ചാൽ ആദ്യം എൻ്റെ മണ്ഡലവും പിന്നെ പാർലമെന്റിൽ എനിക്ക് അവർ തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, അതിൽ ഞാൻ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും എൻ്റെ ശ്രദ്ധയും വെക്കണം. അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ ചെന്ന് ഇങ്ങനെ വീണു കൊടുക്കാൻ പാടില്ല. ഈ ചോദ്യം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. ലോക്സഭയിൽ കോൺഗ്രസിന്റെ സീനിയർ നേതാവായ കമൽനാഥ് ഉണ്ട്. കമൽനാഥ് പറയുന്നു എന്തെങ്കിലും പ്രശ്നത്തിന്റെ കാരണം കൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോയാ എന്നെ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് അയക്കുന്നു എന്ന്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ തീരുമാനം സോണിയാഗാന്ധിയാണ് എടുക്കുന്നതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ ഡയലോമ പാർട്ടിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇത് ഡയലോമോ അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഈ തീരുമാനം, അതായത് ഇത് എപ്പോൾ എടുത്താലും ശരി, ഇത് AICCയുടെ അടുത്തും കൊടുക്കണം, പിന്നെ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ അടുത്തും കൊടുത്തേക്കണം. എന്നെ സംബന്ധിച്ച് നമുക്ക് തന്ന ഒരു ഉത്തരവാദിത്വം ഒരു വീരനായിട്ട് നമ്മളത് ചെയ്ത് തീർത്തിരിക്കണം. അത് ഞാൻ എൻ്റെ മുഴുവൻ മനസ്സായാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജ്യോതി ആദിത്യരാജ് സിന്ധ്യയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് താങ്കൾ പറയുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അതിന്റെ തെളിവ് ഞാൻ താങ്കൾക്ക് കാണിച്ചു തരട്ടെ. ഒരു വീഡിയോ വന്നിരുന്നു, തീർച്ചയായിട്ടും അത് ജനങ്ങൾ കണ്ടാണ് മനസ്സിലാക്കേണ്ടത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ ജ്യോതി ആദിത്യരാജ് സിന്ധ്യയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കോൺഗ്രസ് നേതാവായ ജ്യോതി ആദിത്യരാജ് സിന്ധ്യയുടെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം ഇപ്പോഴും മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്.
ഇത് സത്യമാണോ? താങ്കൾ ഗോളിയറിലേക്കൊക്കെ പോകുന്ന സമയത്ത് ജനങ്ങൾ താങ്കളെ മഹാരാജാവെന്ന് വിളിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടില്ല. ഞാൻ ഈ 21st സെഞ്ച്വറിയിലെ ഈ ഇന്ത്യയുടെ ഒരു പൗരനാണ്. എൻ്റെ ഒരു കഷ്ടപ്പാടും പിന്നെ സത്യസന്ധമായിട്ട് അതിലെനിക്ക് പേര് കിട്ടുവാണെങ്കിൽ അത്രത്തോളം സന്തോഷം. അത് മതി എനിക്ക്. എൻ്റെ വിദ്യാഭ്യാസം അതൊക്കെ അങ്ങനെ ഒരു വഴി കൂടെയാണ് വന്നത്. പണി പോലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ജനങ്ങൾക്ക് സേവ ചെയ്യാനും ആ ഒരു അവസ്ഥയിൽ തന്നെ ഞാനുള്ളത്. എൻ്റെ ചിന്ത എന്ന് പറയുന്നതും എപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമല്ല. എൻ്റെ ലക്ഷ്യം ജനങ്ങൾക്ക് സേവ ചെയ്യുന്നതാണ്. ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് തന്നെയാ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ പക്ഷെ അവിടെ ഉള്ളവർ പറയുന്നത് ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അവർ പറയണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന്റെ തെളിവുകൾ ഞാൻ കാണിക്കട്ടെ? ഇല്ല, ഒരു വീഡിയോ മാത്രം പുറത്തു വന്നു. അത് ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഒരു വീഡിയോ ഉണ്ട്, കണ്ടിരുന്നു. ജനങ്ങളെ അത് കാണിച്ചു കൊടുക്കാം. ഞാൻ തന്നെ പറയാം, നിങ്ങൾ കാണിച്ചു കൊടുക്കും. जिस तरीके से आपके साथ मैंने सतत संवाद रखा है, सतत संपर्क रखा है, ये चुनाव मेरा चुनाव नहीं होना चाहिए. ये चुनाव तो जिस तरीके से भगवान के रूप में मैं आपको हर महीने आपके बीच में आकर आपके समस्याओं का समाधान निकालता हूं, विकास प्रगति लाता हूं, उसी तरह मतदान के दिन एक दिन प्रजातंत्र के मंदिर में जाकर, मतदान के केंद्र में जाकर ഈ വീഡിയോ ഓൾറെഡി എല്ലാവരും കാണിച്ചതാണ്. ആ TV ലൈനിൽ തന്നെ ഞാൻ പറഞ്ഞതാണത്. 10 പ്രാവശ്യം ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ ജനങ്ങൾ മാത്രമാണ് ദൈവം. അവരെ കാണാനായിട്ട് ഓരോ മാസവും അവരുടെ മുന്നിൽ ചെന്ന് ഞാൻ നിന്നിരിക്കും. കാരണം എൻ്റെ ഒരു മണ്ഡലത്തിൽ എനിക്ക് ജനങ്ങൾക്കും അങ്ങനെ ഒരു ബോണ്ടിങ് ആണുള്ളത്. ചിലപ്പോൾ ഞാൻ അറിയാണ്ട് ഒരു വാക്ക് പറഞ്ഞിരിക്കാം. നിങ്ങൾ കാണുന്നതും അങ്ങനത്തെ ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു വാക്കിന് പിന്നാലെ നിൽക്കുന്ന ആളെ അല്ല. എവിടെ തെറ്റുണ്ടെങ്കിൽ അത് 100% സമ്മതിക്കുന്ന ആളാണ്. വളരെ നല്ല കാര്യം തന്നെയാണ്. വേഗം 2-3 ചോദ്യങ്ങൾ ചോദിക്കൂ. അവിടെ സെക്കൻഡ് റോയിൽ ചോദിക്കൂ. ഇപ്പൊ റീസെന്റ് നോക്കുമ്പോ രാഹുൽ ഗാന്ധി ഒരുപാട് ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ഇപ്പൊ ആക്റ്റീവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം. ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടോ ഇങ്ങനെ തന്നെ സംസാരിക്കണമെന്ന്? അല്ലെങ്കിൽ അദ്ദേഹം ഹോംവർക്കും ചെയ്തിട്ട് വരുന്നില്ല? പക്ഷേ ഈ ഇടയ്ക്ക് ഫുട്പാത്തിനെ കുറിച്ചുള്ള ന്യൂസ് കണ്ടായിരുന്നു, അതും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വെച്ച്. പക്ഷേ അത് കോൺഗ്രസിലെ ഭരണത്തിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്നാ വിചാരിച്ചിരുന്നത്. എന്നിട്ടും ആ ഫുട്പാത്തിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എങ്ങനെയാണ് വന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ? അദ്ദേഹം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അത് മാത്രമല്ലാണ്ട് നിങ്ങളുടെ ചോദ്യം മൂലം ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതായത് ആ ഫുഡ് പാർക്ക് കോൺഗ്രസിന്റെ ഭരണത്തിലല്ല ക്യാൻസൽ ആയത്. ആ ഫുഡ് പാർക്ക് ജൂൺ 30, 2014 ക്യാൻസൽ ആയതാണ്. അതായത് BJP വന്നതിന് ശേഷം ആ ക്യാബിനറ്റ് നോട്ടും ഞങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് കാണിച്ചു തന്നേക്കാം. സർ, ഞാൻ ഒരുപാട് ചാനൽസിൽ കണ്ടിട്ടുണ്ട് ആ ഫുട്പാത്ത് വരാത്തത് കോൺഗ്രസിന് ഭരണം ഇപ്പൊ ഉണ്ടായിട്ടും അത് വരുത്തില്ലെന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്ന്. അത് ക്യാൻസൽ ചെയ്ത് 1 വർഷത്തിന് ശേഷം പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ ഓർമ്മയിൽ വന്നു. അവിടെ ഫുട്പാത്ത് കെട്ടിയില്ല, പിന്നെ BJP അത് ക്യാൻസൽ ചെയ്തു. ഞാൻ പിന്നെയും പറയുവാണ് നിങ്ങളുടെ അടുത്ത്, എനിക്ക് ആ ഓർഡർ നിങ്ങളുടെ എല്ലാവരുടെ മുന്നിലും എടുത്തുകൊണ്ടൊന്ന് കാണിക്കാൻ പറ്റും. അതായത് ജൂൺ 30, 2014 അന്ന് ഒരു മീറ്റിംഗ് നടന്നിരുന്നു ഫുഡ് പ്രോസസിംഗ് മിനിസ്ട്രി കൂട്ടത്തില്. ആ ഫുഡ് പാർക്കിന്റെ ഇത് ക്യാൻസൽ ചെയ്തു. ജൂൺ 30, 2014 BJPയുടെ ഭരണത്തിൽ അവർ ക്യാൻസൽ ചെയ്തു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ഒരു ഹോംവർക്കും ചെയ്തിട്ട് വരുന്നില്ലെന്നുള്ളൊരു കുറ്റാരോപണമുണ്ട്. ഇല്ല, അദ്ദേഹം ഹോംവർക്ക് തീർത്തിട്ടാണ് വരുന്നത് ഓരോ കാര്യത്തിലും. കാരണം നിങ്ങളത് കണ്ടിരിക്കുമല്ലോ. അതായത് പാർലമെന്റിലും പുറത്തോ അദ്ദേഹം ഒരു കാര്യം എടുത്ത് സംസാരിക്കുവാണെങ്കിൽ അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ രാധിക രാമശേഷന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് കോൺഗ്രസ് നേതാവായ ജ്യോതി ആദിത്യ സിന്ധ്യയോടാണ്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ രാധിക രാമശേഷന്റെ ജഡ്ജ്മെന്റ് നോക്കാം. മെറിൽ ലിൻ അതുപോലെ മാർഗിൻ സ്റ്റാൻലി, അതായത് ലോകത്ത് നിന്ന് നേരെ സമ്പൽ അടിവാരത്തിൽ നിന്നും കഠിനമായ പൊളിറ്റിക്സിന്റെ ഉള്ളിൽ വന്ന്, അതായത് 14 വർഷം രാഷ്ട്രീയത്തിൽ ഇരുന്നതിന് ശേഷം നമുക്കൊരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും. നിങ്ങളൊരു കഴിവുള്ള നേതാവ്, ഒരു പണക്കാരൻ നേതാവ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. ഇന്നത്തെ ആപ്കി അദാലത്തിൽ വെച്ച് പ്രയാസമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും വളരെ എളുപ്പത്തിൽ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്തു. വളരെ നല്ല രീതിക്കാണ് മറുപടി പറഞ്ഞത്. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം ബുദ്ധിമുട്ടിയെന്ന് ഞാൻ പറയുന്നു. അതായത് റോബർട്ട് വാഡ്ര, പിന്നെ രാഹുൽ ഗാന്ധി, അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ കുറച്ച് സ്ലിപ്പായെന്ന് ഞാൻ പറയുന്നു. പക്ഷേ അതൊന്നും നിങ്ങളുടെ തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ സോൾജറാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞു വന്നേന്ന് വെച്ചാൽ,
താങ്കൾ നല്ല കഴിവുള്ള യുവ നേതാവാണ്, അതിനൊരു സംശയവുമില്ല. കോൺഗ്രസ് പാർട്ടി നിങ്ങളെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യണം. അതായത് പാർലമെന്റിൽ മാത്രമല്ല, പാർട്ടിയുടെ നിയന്ത്രണത്തിലും. അവസാനം നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ തുറന്നാണ് മറുപടി പറഞ്ഞത്. സത്യസന്ധമായി ഭരണം നടത്തണം. അതുപോലെ തന്നെ കോൺഗ്രസ് ഭാവിയില് വീണ്ടും കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ, അതായത് നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ കാണും. ഈ വിശ്വാസത്തോടുകൂടി, ഈ പ്രതീക്ഷയോടുകൂടി ജ്യോതി ആദിത്യ സിന്ധ്യ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തങ്ങൾ കാണിക്കും. സർക്കാരിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. എവിടെ തെറ്റ് സംഭവിച്ചാലും അത് ചൂണ്ടിക്കാണിക്കും. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു അതിഥിയോടൊപ്പം. നന്ദി, നമസ്കാരം.